ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുഞ്ഞിനെ മുതലേ അവൻ അവൾക്കുള്ളതാണെന്ന് പറഞ്ഞു കൊടുത്തല്ലേ വളർത്തിയത്. എന്നിട്ടിപ്പോ അവന് വേറെ ഏതോ പെണ്ണെ ഇഷ്ടമാണെന്ന് പറഞ്ഞ അവർക്ക് സഹിക്കോ? ഇതിപ്പോ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഓരോ ഇഷ്ടങ്ങളല്ലേ. എനിക്കിന്ന് ഇരുമയ്ക്ക് ഇഷ്ടം ഞങ്ങളുടെ മോളെ ഇങ്ങോട്ട് തന്നെ അയക്കണമെന്നാ. ഇവിടെ ആവുമ്പോ കുഞ്ഞോളും അളിയനൊക്കെ അവളെ സ്വന്തം മോളെ പോലെ നോക്കുമല്ലോ. അതിപ്പോ അർജുൻ അനസൂയെ വിവാഹം ചെയ്തില്ലെങ്കിലും അവളെന്റെ സ്വന്തം മോളല്ലേ. അതൊക്കെ ആയിരിക്കും. എങ്കിലും എന്റെ മോള് അത്രയ്ക്ക് ആഗ്രഹിച്ചതല്ല അളിയ. അളിയെന്ന് തന്നെ അവനോട് പറഞ്ഞു മനസ്സിലാക്കണം. അവനെ ഈ ബന്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റണം. അളിയൻ വിചാരിച്ചത് നടക്കും, എനിക്ക് ഉറപ്പാ. സത്യം പറയാലോ ഭദ്ര, ഞാൻ വിചാരിച്ച ഇത് നടക്കില്ല. ഞാൻ എന്റെ മക്കളുടെ ആഗ്രഹത്തിനെതിരെ നിൽക്കാറുമില്ല, അഭിപ്രായം പറയാറുമില്ല. വിവാഹമൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ. പിന്നെ ഒരാൾ പറഞ്ഞാൽ നടക്കും. ഭദ്രന്റെ കുഞ്ഞോള് വിചാരിച്ചാ ചിലപ്പോ നടക്കും. അളിയനൊന്ന് ശ്രമിച്ചു നോക്ക്. തുമ്പിമോളുടെ കാര്യ ഞാൻ ആലോചിക്കുന്നേ. അവളും എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും. അതാ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാത്തെ. ചേച്ചിയും കുറ്റപ്പെടുത്താനാവില്ല അച്ഛാ. ട്രെയിനിങ്ങിന് കയറിയിട്ടല്ലേ ഉള്ളൂ, അതും ഈ വീട്ടിലെ കമ്പനിയില്. അപ്പൊ പിന്നെ നമ്മൾ ചേച്ചിയുടെ സ്വന്തമാണെന്ന് അറിഞ്ഞാ അത് ചിലപ്പോ ചേച്ചിക്ക് കിട്ടാനുള്ള ജോലിയെ ബാധിക്കും. അതും ശരിയാ. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഉടനെ കഴിയുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. പിന്നെ മോളെ, വരുന്ന ബുധനാഴ്ചയാ തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും 16ന്റെ ചടങ്ങ്. ചടങ്ങുകള് നീ തന്നെ ചെയ്യണമെന്നാ തിരുമേനിയുടെയും എന്റെ ആഗ്രഹം. ഞാനോ? മോളെ, നീ തന്നെ അത് ചെയ്യേണ്ടത്. നീ ബലിയിടുന്നത് തന്നെയാവും അവർക്കും ഇഷ്ടം. അന്ന് നീ അങ്ങോട്ട് വരണം. നീ മോള് പേടിക്കണ്ട. ആരും കാണാതെ സുരക്ഷിതമായി നിന്നെ ഇവിടെ തിരിച്ചെത്തിക്കാം. പിന്നെ ആ മണിമാല മോളുടെ കയ്യിൽ സുരക്ഷിതമായി ഉണ്ടല്ലോ അല്ലേ? ഉണ്ടച്ചാ. അത് ദേവി സന്നിധിയിൽ തിരികെ വെക്കണ്ടേ? തൽക്കാലം അന്നെന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞിട്ട് നമുക്കത് തിരികെ വെച്ചാൽ മതി. എന്നാ അച്ഛൻ ഇറങ്ങാൻ മോളെ. എന്നാ വരട്ടെ സീതേ. അച്ഛൻ വാ, ഞാൻ ഗേറ്റ് കടത്തി തരാം.